ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിതാ ഇപ്പോൾ സമയം 6 മണി ആവാറായിട്ടോ. നമ്മൾ ഇന്നൊരു കുട്ടി ഔട്ടിങ്ങിന് പോവാണ്. നമുക്ക് കുറേ പരിപാടികളുണ്ട്. അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. കുഞ്ഞുലക്ഷ്മിയുടെ ഹെയർ കട്ട് ഡേ ആണ് ഗൈസ്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ കുഞ്ഞുലക്ഷ്മി വേണ്ടിയിട്ട് അവനെ കാണിച്ചു നീണ്ട കാക്കുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പാർലറിൽ വന്നേക്കുവാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ദിയ ബ്യൂട്ടി പാർലറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു 8ലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ പാർലർ. അപ്പോൾ ഇതാ ഇത് ജയശ്രീ ചിറ്റയാണ്. ജയശ്രീ എന്നാണ് പേര്, പക്ഷെ ഞാൻ ദിയച്ചിറ്റ എന്നാണ് വിളിക്കുള്ളൂ. കാരണം പാർലറിൻ്റെ പേര് ദിയ എന്നാണ്. അപ്പോൾ എനിക്കങ്ങനെ ദിയച്ചിറ്റ എന്നാണ് വായിൽ വരിക. അപ്പോൾ ഇതാ കുഞ്ഞിയുടെ മുടി ഹെയർ വാഷൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഷാമ്പു തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവൾക്ക് സൈഡിൽ ഫ്രണ്ടിലൊക്കെ കുറച്ച് ഫ്രിഞ്ചസൊക്കെ വെട്ടിയിടണം എന്ന് പറഞ്ഞു. അതും ജസ്റ്റ് ഒരു യൂവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നേക്കുന്നത്. എനിക്കിവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഈ പാർലറിൽ. ഞാൻ കുറച്ച് നാൾ ഇവിടെ സ്റ്റിച്ചിങ് പഠിക്കാൻ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ എനിക്ക് ത്രെഡ് ചെയ്ത് തന്നത് ദിയച്ചിറ്റയാണ്. അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഇവരുടെ വീട്ടിലുള്ളവർ. അങ്ങനെയൊക്കെ കുഞ്ഞിങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ട് അതുപോലെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിടണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഫ്രിഞ്ചസ് വെട്ടിയിടാമെന്ന് വിചാരിച്ച്. പക്ഷേ തലയിൽ നിറച്ചും എണ്ണയായിരുന്നു. നമ്മളൊട്ടും പ്ലാൻ ചെയ്യാതെ വന്ന് വെട്ടിയതാണ്. ഇന്ന് വരണം എന്ന് വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഹെയർ സെറ്റ് ചെയ്തിടാൻ പറ്റിയില്ല എണ്ണയുള്ളത് കൊണ്ട്. പുതിയ ഡ്രസ്സ് ഊരിക്കോ? പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എവിടെ വരുമ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഹെയർ കട്ടിങ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഏത് ഹെയർ സ്റ്റൈലാണ് കുഞ്ഞിക്ക് കുറച്ചുകൂടെ മാച്ച് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കുഞ്ഞി പൊതുവേ സൈഡിൽ മുടിയിടുന്നത് കണ്ടിട്ടില്ല, സൈഡ് വകച്ചിലിട്ട് കണ്ടിട്ടില്ല. ആൾ കൂടുതലും നേരെയാണ് ഇടാറുള്ളത്. അപ്പോൾ വെട്ടി തീരാറായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു നോർമൽ യു ആണ് വെട്ടിയത്. പക്ഷേ ഹെയറിൻ്റെ അറ്റമൊക്കെ ഭയങ്കര സ്പ്ലിറ്റൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡീപ്പ് യു ആയിട്ട് വെട്ടാമെന്ന് വിചാരിച്ചു. നമ്മൾ മന്ത്ലി വൺസെങ്കിലും നമ്മളുടെ മുടി ഒന്ന് അറ്റം വെട്ടി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മുടി ഡാമേജ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് ദീച്ചിട്ട പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിനി ചാലക്കുടിയിലൊക്കെ പോകാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ചാലക്കുടി പോകാൻ. ഒരു മൊബൈൽ ഷോപ്പിലൊക്കെ പോകണം. നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡും പിന്നെ കുറച്ച് ഫോണിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. ഇപ്പോൾ തന്നെ ഏകദേശം 6:20 ആയി സമയം. അപ്പോൾ അങ്ങനെ ഇതാ കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് മുടി വെട്ടാനായിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോർട്ടൊക്കെ ആക്കി വെട്ടാൻ. എനിക്ക് ഷോർട്ടാക്കി വെട്ടുന്നതിനോട് ഇപ്പോൾ താല്പര്യമില്ല കേട്ടോ. കാരണം ഞാൻ ഒരുപാട് മുടി ഉണ്ടായിരുന്ന ആളാണ്. ഞാനിങ്ങനെ എപ്പോഴും ഷോർട്ടാക്കി വെട്ടി ഇപ്പം എനിക്ക് ലെങ്ത്തിൽ വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഏകദേശം കുഞ്ഞിയുടെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു ഗൈസ്. ഹാപ്പി ആയില്ലേ കുഞ്ഞലക്ഷ്മി? ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ പാർലറിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്പലം. അപ്പം അമ്പലത്തിൽ തൊഴാൻ വന്നേക്കോട്ടെ. ചുറ്റുവിളക്ക് നടക്കുമായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് ഉള്ളിൽ പോയി തൊഴുതിട്ട് വരും. ഞാൻ പുറത്തുനിന്നാണ് തൊഴണത്. ഗൈസ്, നമ്മൾ ചാലക്കുടി എത്തിയിരിക്കുകയാണ്. ശ്രീലാലെ, എൻ്റെ വ്ളോഗിൽ ശ്രീലാൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? എൻ്റെ യൂട്യൂബിൽ പറ. എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? നമ്മളങ്ങനെ മൊബൈൽ ഷോപ്പിൽ പോയി അവിടെ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ ശ്രീലക്ഷ്മി സിൽക്സിലാണ് വന്നേക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സാരിയുടെ ഓഫേഴ്സൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. പിന്നെയാണ് എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൂപ്പർ, അത് വാങ്ങിക്കടി.
ഇതാണ് സെലക്ട് ചെയ്തത്. ഞാൻ മുടി വെട്ടിയിട്ട് എങ്ങനെ സോറി കമന്റ് ബിലോ കണ്ണീന്ന് പറഞ്ഞു. എൻ്റെ കൈ നമ്മൾ കിഡ്സിൻ്റെ കളക്ഷനിലേക്ക് പോവാണ്. കുഞ്ഞിലക്ഷ്മി യെസ് സമയം 8:30 കുഞ്ഞിലക്ഷ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഒന്നാമത്തെ ഫ്ലോർ കട പൂട്ടാറായി. ലിഫ്റ്റ് വന്നു. പൊക്ക കേറു ഗായ്സ്. കുഞ്ഞിലക്ഷ്മിയുടെ മുടി വെട്ടിയിട്ടേ അവര് സെറ്റ് ചെയ്തൊന്നും കൊടുത്തില്ല, കാരണം തലയിൽ നിറച്ചും എണ്ണയായിരുന്നു. കിഡ്സ് 2ാമത്തെ ഫ്ലോറിൽ. അങ്ങനെ കുഞ്ഞിലക്ഷ്മിക്ക് ഡ്രസ്സ് എടുത്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ സത്യം? നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? വീട്. സമയം ഒത്തിരി ലേറ്റായി ഗൈസ്. അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. എനിക്കും ഇഷ്ടപ്പെട്ടു. നോക്കൂ ഗൈസ്, ചാലക്കുടി നിശബ്ദമായിരിക്കുകയാണ്. ഒരു 9 മണിയായപ്പോഴേക്കും. കുഞ്ഞിലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം രാത്രി പുറത്തിറങ്ങുന്നതാണോ പകല് ഔട്ടിങ്ങിന് പോണതാ? കേക്കല്ല. ഇവിടുന്ന് നേരെ ഞങ്ങൾ വീണ്ടും ഋതം മൊബൈൽസിലോട്ട് വന്നു. നേരത്തെ വന്നപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അവരോട് അതെല്ലാം ചെയ്തു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9:30 ആവാറായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സമയമൊക്കെ ഇത്രയും നേരം നമ്മളങ്ങനെ ചാലക്കുടിയിലധികം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഗേൾസ് മാത്രം. അപ്പോൾ ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രീനെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട് ഇതുവരെ എത്തിയിട്ടില്ല. അമ്മ വിളി തുടങ്ങി ചെറുതായിട്ട്. എനിക്കൊരു ഭർത്താവുണ്ട്. അവൻ എന്നെ ഇതുവരെ രാവിലെ മുതൽ ഈ നേരം വരെയായിട്ട് എന്നെ അന്വേഷിച്ചിട്ടില്ല. എവിടെയാണ്, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഒരു കാര്യം. കെയർലെസ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ്. അപ്പം നമ്മൾ വീട്ടിൽ പോ. ലൈറ്റുകളൊക്കെ ഓഫ് ആവുന്നു ഗൈസ്. ചാലക്കുടിയൊക്കെ ഇത്ര നേരത്തെ 9:30 ആകുമ്പോഴേക്കും ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആവും. ശ്രീ വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം എവിടെയെങ്കിലും. ഒന്നും കഴിച്ചില്ല, നന്നായി വിശക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് പിന്നെ 7:30 ഭക്ഷണം കഴിക്കും ഗൈസ്. 7:30 ആകുമ്പോൾ കൃത്യം ഫുഡ് കഴിക്കും. Come on. ചക്കര ഓക്കെ ഗൈസ്, ബൈ. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. നല്ലൊരു ഷോപ്പായിരുന്നു. എനിക്ക് ഇപ്പോൾ ചാലക്കുടി ഭയങ്കര ഒരു സ്ട്രേഞ്ച് ഫീലിംഗാണ്. വഴികൾ മനസ്സിലാവുന്നില്ല, സ്ഥലങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഏകദേശം 5 വർഷത്തോളം ഡെയിലി ചാലക്കുടിയിൽ വന്നുകൊണ്ടിരുന്നതാണ് ഞാൻ. എന്താ പറ്റിയെന്ന് അറിയില്ല, കുറച്ച് നാൾ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഭയങ്കര ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. ഞങ്ങൾ സാൻഡ്വിച്ച്, എഗ്ഗ് സാൻഡ്വിച്ചും പിന്നെ ഞാനൊരു പൊറോട്ട റോൾ പോലത്തെ ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു റോളായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഷെയ്ക്കും ലൈമും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു 9:45 ആയി. ഇപ്പോൾ 10 മണിയൊക്കെ ആവാറായി. അതുകൊണ്ട് തന്നെ വയറ് കത്തുന്നുണ്ടായിരുന്നു. കൊണ്ടുവച്ചതും കഴിഞ്ഞതും ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. എല്ലാം പെട്ടെന്ന് തീർത്തു. എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പയ്യെ ചക്രത ബില്ലൊക്കെ പേ ചെയ്യാൻ പോയി. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് കുറച്ച് ചോറും കൂടെ കഴിക്കണം. അപ്പോൾ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വീടെത്തിയത്. അമ്മ കുഞ്ഞിൻ്റെ ഹെയറൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുമായിരുന്നു. അമ്മാമ്മ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്, നീ ഈ കൊച്ചിനെ കൊണ്ട് വെട്ടിച്ചോ എന്നൊക്കെ പറഞ്ഞ്.
പിന്നെ ഞാൻ ടീച്ചർ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ധ്യാനുട്ടനെയും കണ്ണനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് അവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി അവരെ കാണാൻ വന്നു. അങ്ങനെ ഇത് അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. എന്താണ് എൻ്റെ വ്ളോഗിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് എൻ്റെ വ്ളോഗിനെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പറാണോ എന്ന് പറ. കുഞ്ഞലക്ഷ്മിക്കോ? ഇച്ചിരി ഇറങ്ങിയെന്ന് പറ. ധ്യാനുട്ടന് എന്താ പറയാനുള്ളത്? ധ്യാനുട്ട ചോദിക്കട്ടെ, ഐശ്വന്റെ സബ്സ്ക്രൈബർ ആണോ ഇത്? യെസ് ആണോ നോ ആണോ? യെസ് പറഞ്ഞു കണ്ട എന്നെ മൈൻഡ് ചെയ്യണില്ല പോലും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് ഔട്ടിംഗ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.